ഈ സീൻ നമ്മൾ ബിഗ് ബോസിനകത്ത് കാണുന്നത് നമ്മുടെ അതിലെടുക്ക് അപ്പാനി ശരത്ത് പറയുന്നുണ്ട്. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരോ തനിക്ക് മെസ്സേജ് അയച്ചെന്നും അനുമോളെ അവിടെ ചെന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു വിഷയം ഇവിടെ പറയുന്ന ഒരു രംഗമാണിത് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബിൻസി ഉണ്ടല്ലോ, നമ്മുടെ അപ്പാനി ശരത്തിനെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ലവബിളായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. പക്ഷെ എപ്പിസോഡിനകത്ത് അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അന്ന് ഇവിടെ ഇവര് വന്നതിന് ശേഷം, ബിൻസി വന്നതിന് ശേഷം ബിൻസി പനശരത്തിനെ കുറിച്ച് എന്തോ തെറ്റായ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ ബിൻസി ആരുടെ തോളേൽ കയറുന്നത്, നമ്മുടെ അനുമോളുടെ തോളേൽ കയറുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ആ ആഴ്ചകളിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി രണ്ടാമത്തെ വീക്കിലും ഫസ്റ്റ് വീക്ക് മുതൽ രണ്ടാമത്തെ വീക്കിലൊക്കെ ബിൻസി എന്താ അവിടെ കാട്ടിയെന്ന് നമുക്കറിയാവുന്നതാണ്. ബിൻസിയും അപ്പാനിശരത്തും കൂടെ കാണിച്ചു കൂട്ടിയതൊക്കെ. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പം വന്നിട്ട് അനുമോളെടുക്ക പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. തങ്ങൾ ഡീസന്റ് ആയിരുന്നു എന്നും തങ്ങളുടെ കയ്യിലൊന്നും ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്നും അനുമോളാണ് ഇത് പടച്ചിറക്കി ഉണ്ടാക്കി പുറത്തോട്ട് വിട്ടതെന്നും ഒരു ദിവസം ഫുള്ള് രാത്രിയിൽ അനുമോളെ ഇരുത്തി പിടിപ്പിച്ചു. ആര്? നമ്മുടെ ബിൻസി. അല്ല, അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. അനുമോള് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമോൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടാനുള്ള കാരണക്കാരിയും കൂടെ ഈ ബിൻസിയാണ്. ശൈത്യയോടൊപ്പം തന്നെ ബിൻസിയും അനുമോൾക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള വ്യക്തിയിലും ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പാനിശ്വരത്തും മിൻസിയും തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, ഈ നമ്മളന്ന് കുറേ കണ്ടത് തെറ്റായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ടാണ് നമുക്കന്നത് തോന്നിപ്പോയത്. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്കന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത്. അപ്പാനി ശരത്ത് അനുമോൾക്ക് സപ്പോർട്ട് നിൽക്കാനായിട്ട് വന്നിട്ട് പുറത്തു പോയ അപ്പാനി ശരത്തിന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ